ഞാനിന്നിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനും വിഷ്ണുവും കല്യാണിയുടെ ബെസ്റ്റ് ഫ്രണ്ട് സനാമി ആയിട്ടാണ് വന്നത്. സനാമി ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. ഇന്ന് സൺഡേ ആയ കാരണം രാവിലെ രണ്ടുപേരുടെയും ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ കളിക്കാനുള്ള തുടക്കമായിരുന്നു. അപ്പോഴാണ് ഞാൻ വീട്ടിലോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും ഇവരുടെ കൂടെ ചാടിയത്. ഇവിടെ എപ്പോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ കാണും. ഇതമ്മ മഞ്ഞൾ എന്തോ പുഴുതു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ പുളിഞ്ചി മരത്തിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. ഇതിന് പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത്. എല്ലാവരും ഇങ്ങനെയാണോ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളൊരു സാധനമാണ്. തറയിലൊക്കെ ഒരുപാട് വീണ് പോകാറുണ്ട്. ഒരു വിലയില്ലാതെ കളഞ്ഞിട്ടിരുന്ന സാധനമാണ്. ഇപ്പോൾ വിഷ്ണുവിൻ്റെ അവിടെ ചെന്നപ്പോഴേക്കും ഒരു പുളിഞ്ചിക്ക കിട്ടാനില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് അച്ചാറിടാനും അമ്മ മീനിലിടാനും ഒക്കെ ഈ പുളിഞ്ചിക്ക ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വീട്ടിലായിരുന്ന സമയത്ത് ഇതുപോലെ വലിയ പുളിഞ്ചിക്കയൊക്കെ പറിച്ച് ഉപ്പും മുളകും ഒക്കെ ഇട്ട് ഉണക്കി അച്ചാറിടും, അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ. അതൊക്കെ ഒരു കാലം. പിന്നെ എൻ്റെ കൂടെ അമ്മയും കൂടെ വന്ന് കുറേ പുളിഞ്ചിക്കയൊക്കെ പറിച്ച് തന്നൊരു കവറിൽ കെട്ടി അതും കൊണ്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും അമ്മ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയല്ല മഞ്ഞപ്പൊടി, മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ എനിക്ക് തീരാറായിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം പിടിപ്പിച്ച് വെച്ചിരുന്നതെന്ന് കുറേ എടുത്ത് എനിക്ക് കവറിൽ കെട്ടി തന്നു. പിന്നെ അതൊക്കെ എടുത്ത് 2 കവർ സെറ്റാക്കി പിള്ളേരെയും തൂക്കിയെടുത്ത് പോകാൻ ഇറങ്ങിയപ്പോൾ പിള്ളേർക്ക് വരാൻ തീരെ താല്പര്യമില്ല. അവർക്ക് കളിച്ച് മതിയായില്ലെന്ന് പറയണേ. പിന്നെ ഒരു വിധം വലിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. പോകാൻ ഇറങ്ങിയപ്പോഴേക്കും മുന്നച്ചേച്ചിയെ കണ്ടു. മുന്നച്ചേച്ചി ഞങ്ങളുടെ നൈബറാണ്. നൈബർ എന്ന് പറഞ്ഞാൽ പോലെ നമ്മൾ കൊച്ചിലേ തൊട്ടേ കളിച്ച് ഓടിച്ചാടിയൊക്കെ നടന്ന വീടൊക്കെയാണ്. കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. ഇവരെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.